എൻ്റെ പേര് ലില്ലി മാത്യു. ഞങ്ങൾ വയനാട് മാനന്തവാടി ഒഴക്കോടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഏതാണ്ട് 10-26 വർഷത്തോളമായി പശു വളർത്തൽ തുടങ്ങിയിട്ട്. അതിനു മുൻപ് നമ്മൾ നല്ല രീതിയിൽ കൃഷിത്തോട്ടമായിരുന്നു. സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലം മുഴുവനും കുരുമുളക്, കമുങ്ങ് തോട്ടമായിരുന്നു. അതെല്ലാം രോഗം വന്ന് നശിച്ച ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ ക്ഷീരമേഖലയിലേക്ക് കടന്നത്. ഇന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഈ മേഖല മുന്നോട്ട് പോകുന്നുണ്ട്. പടിപടിയായിട്ടാണ് മേഖല വളർത്തിക്കൊണ്ട് വന്നത്. 15 പശുവിൽ നിന്ന് 20 പശു, 25 പശു, അങ്ങനെ 30 പശു ഓരോ വർഷവും നമുക്കുണ്ടാകുന്ന നല്ല കുട്ടികളെ പോറ്റി വളർത്തിയും പിന്നെ അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്ന പശുക്കളെ കാണുന്നതൊക്കെ വാങ്ങിയും ഒക്കെയാണ് നമ്മളിത് വളർത്തിക്കൊണ്ട് വന്നത്. ഇന്നിപ്പം 120ഓളം പശുക്കളും 30-35 കൂടുതൽ കിടാക്കളുമുള്ള ഒരു ഫാമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും ഫാം വിപുലീകരിക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഫാമിൽ 1350 തൊട്ട് 1400 ലിറ്റർ പാല് വരെയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവനായും പ്രോസസ്സ് ചെയ്ത് പാലായിട്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു 100 ലിറ്റർ അല്ലെങ്കിൽ 150 ലിറ്റർ കൂടുതൽ പാലായി കൊടുക്കുന്നില്ല. ബാക്കി മുഴുവനും നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയിട്ടാണ് വിപണനം ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 തരം തൈര്, പിന്നെ മോര്, സംഭാരം, ലസ്സി, യോഗട്ട്, സിപ്പപ്പ്, അങ്ങനെ 16ഓളം ഐറ്റം സാധനങ്ങൾ ഇപ്പം വിപണിയിൽ ഇറക്കുന്നുണ്ട്. നമ്മൾ ഈ ഫാം സ്റ്റാർട്ട് ചെയ്ത് പാല് നല്ല രീതിയിൽ പാലിൻ്റെ ഉൽപ്പാദനം വന്ന കാലഘട്ടം മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ പുറത്തിറക്കണം എന്ന്. പക്ഷേ നമുക്കതിനുള്ള അറിവില്ല. പക്ഷേ 2014 ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ 4 ദിവസത്തെ ട്രെയിനിങ് നമുക്ക് കിട്ടിയിരുന്നു. അതിൽ മുഴുവൻ സമയം ഞാൻ പങ്കെടുത്തു. അവിടെ വെച്ചിട്ടാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ശരിക്കും വന്നത്. അതിനുശേഷം പിന്നെയും 3-4 വർഷം കൂടെ പിന്നിട്ട് 2018 ഞങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തേക്ക് കടന്നത്. അത് തുടങ്ങിയ സാഹചര്യത്തിലും വീണ്ടും തൃശ്ശൂർ പോയി 2 ദിവസത്തെ ട്രെയിനിങ് വീണ്ടും ചെയ്തതിന് ശേഷമാണ് പെർഫെക്റ്റായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും പേക്ക് ചെയ്യാനും അതെങ്ങനെ വിപണിയിൽ ഇറക്കണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇതിലേക്ക് കടന്നത്. പക്ഷേ ഈ തുടങ്ങിയപ്പോഴും ആണെങ്കിലും നമ്മൾ വളരെ ചെറിയ തോതിൽ, അതായത് 50 ലിറ്റർ പാല് തൈര് ആക്കിക്കൊണ്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. കാരണം ഇത് എങ്ങനെ ചിലവാകും, എത്രത്തോളം ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് വളരെ ചെറിയ തോതിൽ ചെയ്ത് അതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി പിന്നെ ഒരു വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 800 ലിറ്ററോളം പാല് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നീട് അതിനെ പരമാവധി എത്ര പാൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഫാമിൽ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫാമിനെ ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഉൽപ്പാദനശേഷി കൂടുതലുള്ള സങ്കരയിനം പശുക്കളെ തന്നെ സെലക്ട് ചെയ്തിട്ട് പരമാവധി ഒന്നും കൂടി സെലക്ട് ചെയ്താണ് ഇപ്പോൾ ഫാമിൽ നിർത്തിയിട്ടുള്ളത്. അതേപോലെ പിന്നെ വളരെ മോശമായി വരുന്ന ഏതെങ്കിലും പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സെയിൽ ചെയ്തുകൊണ്ട് പരമാവധി ഉള്ള ഫാമിൽ നിന്ന് എത്ര പാല് ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ള ആ കൺസെപ്റ്റിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1350-1400 ലിറ്ററോളം പാല് ഞങ്ങൾക്ക് ഒരു ദിവസം ഈ ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് നല്ല ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കിയാൽ സ്വീകരിക്കാൻ ആളുകൾ എന്താണെങ്കിലും ഉണ്ട്. നമ്മൾ ഒന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ, ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ 100% ശുദ്ധമുള്ളതായിരിക്കണം, ഗുണമേന്മയുള്ളതായിരിക്കണം. ഈ 2 കാര്യമാണ് നമ്മൾ ഏറ്റവും മുന്നിൽ എടുത്തുന്നത്. ഒന്ന്, നമ്മുടെ മുറ്റത്ത് നിന്ന് കിട്ടുന്ന പാല് അപ്പോൾ തന്നെ, അതായത് പാല് എന്ന് പറയുന്ന സാധനം എത്ര മണിക്കൂർ പഴകുന്നോ അതനുസരിച്ച് അതിൻ്റെ ഗുണമേന്മയിലൊക്കെ മോശം വരും. അതുകൊണ്ട് കിട്ടുന്ന പാല് അപ്പോൾ തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് അതിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് അതിൻ്റെ ആ മുഴുവൻ യാതൊരു തരത്തിലുള്ള പിന്നെ ദോഷവശങ്ങളും അതിൽ വരുന്നില്ല എന്ന് ഉദ്ദേശിച്ചത്. ഗുണമേന്മയ്ക്ക് ഒട്ടും മോശം വരുന്നില്ല. പിന്നെ പരമാവധി നല്ല രീതിയിൽ തന്നെ, അതായത് വെള്ളം ചേർക്കാതെയും ഫാറ്റ് മുഴുവനായി മാറ്റാതെയും ഒക്കെ നമ്മൾ അതിനെ പരമാവധി നല്ല രീതിയിലാണ് അതിനെ പ്രോസസ്സ് ചെയ്ത് 90 ഡിഗ്രിയിൽ 90 ഡിഗ്രി തന്നെ അതിനെ തിളപ്പിച്ച് അതിനെ 5 മിനിറ്റ് ഹോൾഡ് ചെയ്ത് അങ്ങനെയാണ് പാല് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്.
പിന്നെ അതിന് തൈര് സെറ്റാകാൻ തൈരൊക്കെ നല്ല രീതിയിൽ സെറ്റായി വരാൻ വേണ്ടി ഇൻക്യുബേഷൻ റൂം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലാണ് വെച്ചിട്ടാണ് നല്ല തൈര് റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ മറ്റുള്ള കോൾഡ് റൂം, അതായത് മറ്റു ഉൽപ്പന്നങ്ങളെല്ലാം കേടാകാതിരിക്കാനുള്ള കോൾഡ് റൂമുണ്ട്. എല്ലാം അതിൻ്റെ ഒരു ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ വശങ്ങളും പഠിച്ചിട്ട് അതിൻ്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഫാം ചെയ്യുമ്പോൾ ഒരുപാട് നമുക്കതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഭയങ്കര ടെൻഷനും പിന്നെ അതിൻ്റെ തീറ്റ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരുപാട് രാത്രി കിടന്ന ഉറക്കം വരാത്ത ദിവസങ്ങൾ വരെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചങ്ങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണെങ്കിലും ഒരു 4-5 വർഷം കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ തന്നെയാണ് പോയത്. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പം ഇപ്പോഴത്തെ ഞങ്ങളുടെ കുറേ കാലങ്ങളായിട്ട് നമ്മൾക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തീറ്റകളാണെങ്കിലും ഏറ്റവും നല്ല സമീകൃത തീറ്റ നമുക്ക് സ്വന്തമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. പുല്ലാണെങ്കിലും സുലഭമായിട്ട് നമ്മുടെ തോട്ടത്തിൽ തന്നെ സുലഭമായി പുല്ലുണ്ടാക്കാനും അത് സ്ലറി ഉപയോഗിച്ച് നനച്ച്, സ്പ്രിംഗ്ലറും സ്ലറിയും ഒക്കെ ഉപയോഗിച്ച് നനച്ച് സമൃദ്ധിയായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലപോലെ പശുക്കൾക്ക് വെട്ടിയിട്ട് കൊടുക്കാനുള്ള പുല്ല്, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒന്ന് പശു വളർത്തുന്നതിൽ അനുകൂല സാഹചര്യങ്ങളായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ കൂടി നമുക്കുണ്ട്. അപ്പോൾ അതിനെയെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ രാവിലെ 3 മണിക്ക് ഫാമിലെ പണികൾ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ക്ലീനിങ് ആണ്. പിന്നെ ഒരു വിഭാഗം ആളുകൾ തീറ്റയും പുല്ലും കൊടുക്കുന്നതോടൊപ്പം ഒരു വിഭാഗം ക്ലീനിങ് ജോലിയിലേക്ക് കൂടെ വരും. അപ്പോൾ ചാണകം മാറ്റി ക്ലീൻ ചെയ്ത് അതിന് ശേഷമാണ് കറവ തുടങ്ങുന്നത്. കറക്കുന്ന സമയം പിന്നെ എല്ലാവരും കൂടി അത് കറന്നെടുക്കും. അപ്പോൾ എല്ലാ ഫാമിലിക്കും 2-3 മെഷീനുണ്ട്. അതുപയോഗിച്ച് അവർ കറന്ന് ശുദ്ധമായ പാല് ആണ് നമ്മൾ, അത് ഏറ്റവും പ്രധാനമാണ്. ഞങ്ങൾ ഇപ്പോൾ ഉൽപ്പന്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പാലിൻ്റെ ഗുണമേന്മ, പാല് എത്ര നല്ലതാണോ, എത്ര നല്ല ഭക്ഷണ വസ്തുക്കൾ കൊടുത്ത് പാല് നല്ലതായി എടുക്കുന്നുണ്ടെങ്കിൽ ആ നെയ്ക്ക് അതിൻ്റെ പ്രത്യേകമായ മണവും ഗുണവും നിറവും ഒക്കെ കിട്ടും. അപ്പോൾ ആ പശുവിന് കൊടുക്കുന്ന തീറ്റയെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ പാലിൻ്റെ ടേസ്റ്റും അതിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നെയ്യ് അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ ടേസ്റ്റും വരുന്നത്. അത് ഒന്നുകൂടി മനസ്സിലായത് ഈ ഉൽപ്പന്ന രംഗത്തേക്ക് വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് ആവശ്യം പോലെ പുല്ലും നല്ല ഇനം തീറ്റ വസ്തുക്കളും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ആ കറന്നെടുക്കുന്ന പാല് 6 മണിക്ക് മുൻപായിട്ട് ഒരു 5:30 നമ്മൾ പ്രോസസ്സിങ് യൂണിറ്റ് ആരംഭിക്കും. അവിടെ പ്രോസസ്സ് ചെയ്ത് 1 മണിക്കൂറിൽ 500 ലിറ്റർ പാല് പ്രോസസ്സ് ചെയ്ത് വരുന്ന യൂണിറ്റാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് 1-2 മണിക്കൂർ കൊണ്ട് നമ്മുടെ പാല് മുഴുവനായിട്ടും പ്രോസസ്സ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അങ്ങനെ എത്രയും വേഗം ഒരു 10 മണി ആകുമ്പോഴേക്കും പാല് പ്രോസസ്സ് ചെയ്യും. പിന്നെ പേക്കിങ്ങിൻ്റെ പണിയായിരിക്കും. ഏതാണെങ്കിലും 1 മണിയോടെ നമ്മുടെ പേക്കിംഗ് ജോലികൾ കൂടി പൂർത്തിയായി. പിന്നെ വൈകിട്ടാണ് നമ്മൾ അത് തൈര് സെറ്റായി തൈര് പുറത്തെടുക്കുന്നതും കൂളിങ്ങിലേക്കൊക്കെ വെക്കുന്നതും ഒക്കെ വൈകിട്ടാണ് അതിൻ്റെ ജോലികൾ. അപ്പോൾ ഇത്രയാണ് ഒരു ദിവസം നമ്മൾ ചെയ്യുന്നത്. വിപണിയിൽ സാധനം ഇറക്കുമ്പോൾ ഒന്നുമില്ല, നല്ല സാധനങ്ങളെ ആളുകൾ സ്വീകരിക്കുന്നു. നമ്മൾ പരമാവധി നന്നാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോമ്പറ്റീഷൻ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സഹകരണ സംഘങ്ങളോ മിൽമ പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളോ ഒന്നും നമുക്ക് കോമ്പറ്റീഷനേ അല്ല. മറിച്ച് പുറമേ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലും ഉൽപ്പന്നങ്ങളും അവർ വളരെ വില കുറച്ചിട്ടും കച്ചവടക്കാർക്ക് ഒരുപാട് കമ്മീഷൻ കൂട്ടിക്കൊടുത്തിട്ടുമാണ് വിൽപ്പന നടത്തുന്നത്. അത് എത്ര മോശം സാധനമാണെങ്കിലും കമ്മീഷൻ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് സാധാരണയായിട്ടുള്ള ആളുകൾ വാങ്ങി വിൽക്കാൻ തയ്യാറാകുന്നു. വാങ്ങുന്നവർ മിക്കവരും ഭൂരിഭാഗം ആളുകളും ഗുണമേന്മ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും നല്ല ആകർഷണീയമായ പാക്കറ്റും അതേപോലെ പരസ്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടോ എന്തുകൊണ്ടോ ആളുകൾ അത് ഏതാണ്ട് പകുതിയിലധികവും ആളുകൾ പുറമേ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് വാങ്ങി ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ, പിന്നെ നമ്മളെ ബോധ്യമുള്ളവർ, ഇത് ശുദ്ധമാണ്, നമ്മുടെ ഫാമിൽ നിന്നുള്ള ഉൽപ്പന്നമാണെന്ന് അറിയുന്നവർ നമ്മുടെ തന്നെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പാല് മാർക്കറ്റിൽ ഇറക്കുമ്പം ഉണ്ടാകുന്നത് പാലിന് കിട്ടുന്ന വില
മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. പാലിന് ഒരു 56 രൂപയോ 60 രൂപയോ നമുക്ക് ലഭിക്കുമ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി അത് വിൽക്കുകയാണെങ്കിൽ 70 രൂപയോ അല്ലെങ്കിൽ 72 രൂപയോ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത്രയും ഒരു 15-12 രൂപയുടെ വ്യത്യാസം പാലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇനി അത് നമ്മൾ സാധാരണ സംഘങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറഞ്ഞിട്ടാണ് പാലിന് കിട്ടുക. 44 രൂപ തൊട്ട് ഏറിയാൽ 48 രൂപ, പിന്നെ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ 50 രൂപ വരെ എത്തിയേക്കാം. അതിൽ കൂടുതൽ കിട്ടാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും സ്വന്തമായി പാല് വിൽക്കുമ്പോൾ കിട്ടുന്നതിനെ കഴിഞ്ഞും കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നത്. പിന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവും. നമുക്ക് ഇപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ അത് വിൽക്കണമെന്നില്ല, പിറ്റേ ദിവസം ആണെങ്കിലും നമുക്കത് കൊടുക്കാൻ കഴിയും. ഈ പ്രസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് പിന്നെ എൻ്റെ മാത്രം കഴിവിലല്ല. ആദ്യകാലഘട്ടങ്ങളിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അത് ഒരു 5-8 വർഷം കൂടുതലായി ജോലിക്ക് പോകാറില്ല. അതേപോലെ മക്കൾ പഠിക്കുന്ന സമയത്താണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഈ കാര്യങ്ങൾക്കെല്ലാം. പശുവിനെ കറക്കാനാണെങ്കിലും അന്നൊക്കെ മിൽക്ക് മെഷീൻ ഉപയോഗിച്ച് കറക്കുമ്പം നമ്മളില്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ മകൻ മിൽക്ക് മെഷീൻ ഉപയോഗിച്ച് പശുവിനെ കറക്കുമായിരുന്നു. അന്ന് നമ്മൾ പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ. അന്ന് തൊട്ടേ ഇപ്പം MBA കഴിഞ്ഞ് അവൻ നമ്മുടെ കൂടെ ബിസിനസ്സിൻ്റെ രംഗത്തുണ്ട്. മോന് മകളാണെങ്കിൽ കാനറ ബാങ്കിൽ ജോലിയാണ്. അവൾ ഇപ്പോൾ വന്നാലും തൊഴുത്തിൽ കയറി ജോലി ചെയ്യാൻ ഒരു മടിയും ഇല്ല. അപ്പോൾ അങ്ങനെ മക്കളാണെങ്കിലും ഞങ്ങൾ കുടുംബം, ഹസ്ബൻഡാണെങ്കിലും മുഴുവൻ സമയം ഇന്നിപ്പം ഞങ്ങൾ 3 ആളും ഈ ഫീൽഡിൽ, മോനും ഹസ്ബൻഡും ഞാനും ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പശുവിൻ്റെയും ഈ പ്ലാന്റിൻ്റെ അകത്തുള്ള കാര്യങ്ങളുമാണ് ഞാൻ നോക്കുന്നത്. പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ഇവരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിംഗ് മോൻ നോക്കുന്നുണ്ട്. മറ്റ് അനുബന്ധമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ 3 ആളും വളരെ ശ്രദ്ധാലുവായിട്ടാണ് ഇപ്പോൾ ഈ കാര്യം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ട് താനും. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ നേരിട്ടാണ് മാർക്കറ്റ് പിടിച്ച് സെയിൽ ചെയ്യുന്നത്. അതിൽ പിന്നെ 26ഓളം ആളുകൾ സ്ഥിരമായിട്ടിപ്പം ഈ ഫാമിലും ഈ പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിലും വിപണന കേന്ദ്രത്തിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 26 പേര് സ്ഥിരമായി ജോലി ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ വാഹനം കൊടുത്തുകൊണ്ട് നമ്മൾ ഓർഡർ പിടിച്ചുകൊണ്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരു ബോട്ടിൽ വിൽക്കുമ്പോൾ ഇത്ര രൂപ എന്നുള്ള കമ്മീഷൻ വ്യവസ്ഥയിൽ എല്ലാ ദിവസവും രാവിലെ സാധനങ്ങൾ കൊടുത്തയക്കുന്നു. വൈകുന്നേരം അതിൻ്റെ കണക്കും കാര്യങ്ങളുമായിട്ട് അവർ തിരിച്ചു വന്ന് നമ്മളെ ഏൽപ്പിക്കുന്നു. ആ ഒരു രീതിയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ 3 ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നമ്മുടെ മാത്രം ലില്ലീസിൻ്റെ മാത്രം സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത്. ലില്ലീസ് ആണ് അവിടെ ഉള്ളു, വേറെ ഒരു സാധനം വിൽക്കാൻ അനുവദിക്കാറില്ല. അപ്പോൾ അവിടെയും ഓരോ ഫാമിലിയാണ്, ഭാര്യയും ഭർത്താവും ആണ് ജോലിക്ക് വെച്ചിട്ടുള്ളത്. അവർക്ക് ദിവസവും കൂലിയാണ് കൊടുക്കുന്നതെങ്കിലും അവർ വളരെ ആത്മാർത്ഥതയോടെയാണ് മാറി മാറി നിന്നുകൊണ്ട് ആ കടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഓർഡറും കല്യാണം, അതേപോലെ കാറ്ററിങ്, വലിയ ഫങ്ഷൻ ഓർഡറുകളൊക്കെ നെയ്ക്കാണെങ്കിൽ തൈരിനാണെങ്കിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നാടൻ നെയ്യ് ആണ് ഉണ്ടാക്കുന്നത്. വെണ്ണ എടുത്ത് കഴുകി വെണ്ണ ഉരുക്കി ആണ് നെയ്യാക്കുന്നത്. തൈര് ഉറവെച്ച് പുളിപ്പിച്ച് വെണ്ണ കടഞ്ഞെടുത്ത് ആ വെണ്ണ ഉരുക്കിയിട്ടാണ് നമ്മൾ നെയ്യാക്കി എടുക്കുന്നത്. നാടൻ നെയ്യ് പോലെ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നെയ്യ് ഉണ്ടാക്കുന്ന അതേപോലത്തെ തന്നെ നെയ്യാണ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ നല്ല ഡിമാൻഡുണ്ട്. നമ്മൾ പിന്നെ ചെയ്തെടുക്കുമ്പം ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് തന്നെ അഭിപ്രായം പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ടെൻഷനൊന്നും ഇപ്പം ഈ പലരും ചോദിക്കാറുണ്ട്, മാർക്കറ്റിംഗ് ഇതിലൊക്കെ വന്നപ്പം ബുദ്ധിമുട്ടില്ലെന്ന്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ടെൻഷൻ ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ ഈ ഫീൽഡ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പശു ആണെങ്കിലും ഞങ്ങളുടെ മുന്നിലുണ്ട്. അതേപോലെ ഞങ്ങൾ 3 ആളും ഇവിടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ചുണ്ടാക്കാനും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇത് മാത്രമാണ് നമ്മുടെ ജോലി എന്ന് കണ്ടുകൊണ്ട് ചെയ്താൽ നമുക്ക് മാന്യമായ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ അതിൽ നിന്ന് പറ്റും.
പിന്നെ തീരെ ആ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊരു സന്തോഷമായിട്ട് നേരിട്ട ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. എല്ലാം നമ്മളൊരു വിഷമാവസ്ഥയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ, വീടിൻ്റെ മുന്നിൽ പശു നിൽക്കുന്നു, അവരെ കറന്ന് പാലെടുക്കുന്നു, അതിനെ ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നു, അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യുന്നു. മാർക്കറ്റിങ്ങിലാണെങ്കിലും ഞങ്ങളുടെ ജോലിക്കാർ ദൈവം അനുഗ്രഹിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ കൃത്യമായിട്ട് നോക്കി കണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ വളരെ ടെൻഷനില്ലാതെ ഈ സംരംഭം കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന മുഴുവൻ പശുക്കളും ക്രോസ് ബ്രീഡ് പശുക്കളാണ്. ശരിക്കും 20 ലിറ്ററിന് മുകളിൽ പാലുള്ള പശുക്കളെ ഫാമിൽ നിർത്തുള്ളൂ. അപ്പം നമ്മുടെ കന്നുകുട്ടികൾ പ്രസവിച്ച് വരുന്നവരാണ് ഒരു 75% ഈ ഫാമിൽ ഇപ്പം നിലവിലുള്ളത്. അതിൽ നമ്മൾ വെക്കുമ്പം തന്നെയാണെങ്കിലും സെമൻ നോക്കിയിട്ടാണ്, KLD ബോർഡിൻ്റെ സെമനാണ് അധികം ചെയ്യുന്നത്. അതിൽ പ്യൂർ HFും പിന്നെ പ്രീമിയം സെമനും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ആ ചെയ്ത് വന്നാലും ക്രോസ് ബ്രീഡാണ് കിട്ടുന്നത്. കാരണം ഇവിടെ നിലവിൽ ഇങ്ങനെ ആയി കാലങ്ങളായി പ്യൂർ HF എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരാറില്ല. അപ്പോൾ എങ്കിലും 20 ലിറ്ററിന് പാല് മീതെയുള്ള കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്ത് നിർത്താറുണ്ട്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇവിടെ പ്രസവിച്ച് വരുന്ന കുട്ടികൾക്ക് എല്ലാം തന്നെ 20 ലിറ്ററിന് മീതെ പാലുണ്ട്. പിന്നെ അപൂർവമായിട്ട് ചിലർക്കൊക്കെ 30-35 വരാറുണ്ട്. അത് ആദ്യത്തെ പ്രസവത്തിലല്ല, 2-3ാമത്തെ പ്രസവത്തിൽ. എന്നാൽ നല്ല പശുക്കളെ കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങൾ വാങ്ങിക്കാറുമുണ്ട്. അതായത് 30 ലിറ്ററിന് മീതെ പാലുള്ള ഒരു 35-38 പാല് കിട്ടുന്ന പശുക്കളെ കണ്ടാൽ ഞങ്ങൾ അതിനെ വാങ്ങിക്കാറുമുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പശുക്കളാണെങ്കിലും കിടാക്കളാണെങ്കിലും ഒക്കെ വാങ്ങി വെക്കാറ്. അതിൽ റെഡ് സിന്ധി ഉണ്ട്, പിന്നെ ജേഴ്സി ക്രോസ് ഉണ്ട്, ജേഴ്സി HF ക്രോസ് ഉണ്ട്, ഗീർ HF ഉണ്ട്, സഹിവാളുണ്ട്. അങ്ങനെയുള്ള പശുക്കളെല്ലാം ഉണ്ട് ഇവിടെ. HF ക്രോസിൽ വരുന്ന പശുക്കളാണ് എല്ലാം തന്നെ. ഇതാണ് ഞങ്ങളുടെ പ്രോസസ്സിങ് യൂണിറ്റ്. പാല് രാവിലെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഈ ടാങ്കിലേക്ക് ആണ് നമ്മൾ ഫസ്റ്റിൽ പാല് കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. ഇതിൽ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതവിടെ ബട്ടൺ ഉണ്ട്, അതിൽ എല്ലാം ആ ബോർഡിലാണ് സ്വിച്ചുകളെല്ലാം. അതിൽ ഓരോ സ്വിച്ചും നമുക്ക് ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പാസ്ചറൈസേഷൻ ആണ്, യൂണിറ്റാണത്. പാസ്ചറൈസേഷൻ കഴിയും, ഹോമജനൈസേഷൻ കഴിയും. ശേഷം 5 മിനിറ്റ് ആ പാല് 90 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്തിട്ട് പുറത്ത് വന്ന് നേരെ ഈ ടാങ്കുകളിൽ, ഇവിടെയുള്ള ഈ ടാങ്കുകളിൽ നിറയും. അതിനുശേഷം ഈ ടാങ്കിൽ നമുക്ക് ഉറം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മോട്ടറുണ്ട്. ആ മോട്ടർ പിന്നെ സ്വിച്ച് ഇട്ടാൽ മോട്ടറിൽ നല്ലപോലെ ഉറയങ്ങ് മിക്സാകും. മിക്സായി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ബോട്ടിലാക്കാം. അവിടെ പേക്ക് മെഷീൻ ഉണ്ട്, പാക്കറ്റ് അടിക്കാം. ഇതിൽ പാക്കറ്റ് അടിക്കാം. ഇതിൽ നമ്മൾ ഉറയിട്ട ശേഷം ഇതിൽ പാക്കറ്റ് അടിക്കാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പാക്കറ്റ് എന്താണോ ചെയ്യുന്നത് ആ പേക്കിങ് ചെയ്ത് ഇൻക്യുബേഷൻ റൂമിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം 4 തൊട്ട് 8 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അത് റെഡിയായി കഴിയും പുറത്തേക്ക് എടുത്ത് കൂളിങ് ചെയ്യുന്നത്. ഇത് BMC ആണ്. ഇപ്പോൾ രാവിലെ കറക്കുന്ന പാല് അപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് ഈ BMCയിലേക്ക് ഇടും. ഇത് 2 മണിക്കൂർ കൊണ്ട് 4 ഡിഗ്രി കൂളിങ്ങിലേക്ക് വരും. ആ 4 ഡിഗ്രി കൂളിങ് വന്ന ശേഷം ഞങ്ങൾ പാക്കറ്റ് അടിച്ച് കോൾഡ് റൂമിൽ വെക്കും. അത് അന്ന് തന്നെ സെയിലാവും. ഓരോ ദിവസവും അന്നന്ന് ഉള്ള പാലടിച്ചിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാല് വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. ഉള്ളത് ഈ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് പശുവിൻ പാല്, കൗ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ പശുവിൻ പാല് തന്നെ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഇത്രയുമുള്ള ഒരു സംവിധാനം, ഈ പാല് പ്രോസസ്സ് ചെയ്യുന്നത് കോൾഡ് റൂം, ഇൻക്യുബേഷൻ റൂം, പേക്കിംഗ് മെഷീനുകൾ, ജനറേറ്റർ അടക്കമുള്ള ഇത്രയും വലിയ ഒരു സംഭവം ചെയ്യുമ്പോഴേക്കും നമുക്ക് 35 ലക്ഷം രൂപയോളം ചിലവാകുന്നുണ്ട്. അതിൻ്റെ ഒരു 40% നമുക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് മിഷനറികൾക്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് തൈര് സെറ്റാകാൻ വേണ്ടി വെക്കുന്ന ഇൻക്യുബേഷൻ റൂമാണ്. ഇവിടെയാണ് നമ്മൾ തൈര് റെഡി ഉറയിട്ട് മിക്സ് ആക്കിയിട്ട് തൈര് പാക്കാക്കി നമ്മൾ 5 മണിക്കൂർ തൈര് ഉറയാകാൻ വേണ്ടി വെക്കും. ഇത് ബൾക്കായിട്ട് ക്യാനിൽ തൈര് പിടിക്കുന്നതാണ്. ഇവിടെ പുളിയില്ലാത്ത കട്ടത്തൈരാണ്. ഇത് 4 മണിക്കൂറിൽ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇത്
പുളി കൂടിയ കറി തൈരാണ്. ഇതിന് 7 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ നമ്മൾ ഈ റൂമിൽ വെക്കും. ഇൻക്യുബേഷൻ റൂമിൽ വെച്ചിട്ടാണ് പുറത്തെടുക്കുക. ഇത് തൈര് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂളിങ്ങിന് വെക്കുന്ന കോൾഡ് റൂമാണ്. 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഇവിടെ കൂളിംഗ് ഉണ്ടാവും. തൈര് ഇതെല്ലാം നമ്മുടെ തൈര് ഇന്ന് കൊണ്ടുപോയി, ഇന്നലെ നമ്മൾ റെഡിയാക്കിയത് ഇന്ന് രാവിലെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ മാത്രം ബാക്കിയുണ്ട്. ഇത് നമ്മുടെ ഷോപ്പുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കട്ട തൈര് ഉറച്ച് വെച്ചിരിക്കുന്നതാണ്. ഷോപ്പിൽ ഞങ്ങളുടെ ഹോൾസെയിൽ ഷോപ്പുണ്ട്, അവിടെ കൊടുക്കാനായിട്ട്. നമ്മൾ വെണ്ണ കടഞ്ഞ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിന് ഒരു 4-5 മണിക്കൂർ നേരം നമ്മൾ തീ കത്തിച്ച് ഇതിൽ ഉരുകി മെല്ലെ വെള്ളം വറ്റി ഒരു യെല്ലോ കളറിൽ വരുമ്പോഴത്തേനും നെയ്യായിട്ട് അരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. ഇത് നമ്മൾ വെണ്ണ കടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പാത്രമാണ്. ഇതിൽ നമുക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് വെണ്ണ കടഞ്ഞെടുക്കാൻ പറ്റും. ഇത് നിറയനെ ഇടാം. ഇതിപ്പോൾ നിറച്ചില്ല, നിറച്ച് ഇട്ടിട്ടാണ് സാധാരണ എടുക്കുന്നത്. അപ്പം വെണ്ണ ഇത് മേലെ വന്ന് വെണ്ണ മേലെ വരും. അത് നമ്മളിങ്ങനെ പാത്രം ഉപയോഗിച്ച് കോരി വെണ്ണ എടുക്കണം. വെണ്ണയാണ്. ഇതൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇനി ഉരുക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴുകും. ഇതാണ് ലില്ലീസിൻ്റെ കട്ടത്തൈര്. പുളി കുറഞ്ഞ് നല്ല കട്ടിയായിട്ടുള്ള ടേസ്റ്റുള്ള കട്ടത്തൈരാണ്. ഇത് നമുക്ക് കറി വെക്കാനല്ല മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റായിട്ട് കഴിക്കാൻ, ലസ്സി അടിക്കാൻ, അതുപോലെ കുട്ടികൾക്കാണേലും ഡയറക്റ്റ് ചോറിൽ കഴിക്കാൻ, വെറുതെ ഡയറക്റ്റായിട്ട് സ്പൂണിലെടുത്ത് കഴിക്കാനും ആളുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു തൈരാണ് ഈ പുളി കുറഞ്ഞ കട്ടത്തൈര്. അതേപോലെ ഇത് അതിനോടൊപ്പം നമ്മൾ ഇറക്കിയ ഒരു തൈരാണ്. ഇത് പുളി കൂടിയ കറി തൈര്. അതിന് പുളി നല്ല കൂടുതലായിരിക്കും. ഇൻക്യുബേഷൻ റൂമിൽ ഒരു 7 മണിക്കൂർ വരെ ഇത് വെച്ചിട്ടാണ് പുറത്തെടുക്കുന്നത്. കറി വെക്കാനാണ് ഇത് മെയിനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ പുളി കൂടുതലുള്ള ആവശ്യമുള്ള ആളുകൾക്കും ഈ തൈര് ഉപയോഗിക്കാം. അപ്പോൾ 2 തൈര് ഒന്നിച്ച് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടം അനുസരിച്ച് എടുത്തുകൊണ്ട് പോകാനായിട്ട് കണക്കാക്കി ചെയ്യുന്നു എന്ന് മാത്രം. അതേപോലെ ഇതൊരു പാക്കറ്റ് തൈരാണ്. ഈ തൈര് എല്ലാത്തിനും ഒരു മീഡിയം പുളിയാണ്. നമുക്ക് കറി വെക്കാനും ഉപയോഗിക്കാം, ഡയറക്റ്റ് കഴിക്കാനും ഉപയോഗിക്കാം. രണ്ടിൽ നിന്നും വ്യത്യാസമായി ഒരു മീഡിയം പുളിയുള്ള കട്ടിയുള്ള കറി തൈരായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. തൈര് എന്ന ലില്ലീസ് തൈര് എന്ന പേരിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഇത് കട്ടി മോരാണ്. മോര് പിന്നെ ഫുള്ളായും ഫാറ്റ് മാറ്റിയ ശേഷം ഇതിൻ്റെ നെയ്യ് മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം തൈരായ ശേഷം അത് മോരാക്കി അടിച്ച് ബോട്ടിലാക്കി കൊടുക്കുന്നതാണ് കട്ടിമോര് എന്ന് പറഞ്ഞിട്ട്. ഇത് പിന്നെ മോര് മാത്രം ചോദിച്ചു വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് ഫാറ്റ് കഴിക്കാൻ പറ്റാത്തവരായിരിക്കാം ഒരു പക്ഷേ. എന്താണെങ്കിലും മോര് നല്ല ഇഷ്ടമുള്ള ഒത്തിരി ആളുകളുണ്ട്. ഇത് ഞങ്ങൾ ഇറക്കുന്ന പാലാണ്, കൗ മിൽക്ക്, പശുവിൻ പാൽ അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നൊന്നും എടുക്കുന്നുമില്ല, ഒന്നും ചേർക്കുന്നുമില്ല. അപ്പോൾ ഇത് എപ്പോഴും 3.5 ഫാറ്റിനും മീതെ ഉണ്ടാവും ഈ പാലിൽ. അതേപോലെ നെയ്യ്, ഇത് ലില്ലീസ് പശുവിൻ നെയ്യ്. ഇത് നമ്മൾ എങ്ങനെ പറയുന്നുണ്ടെങ്കിലും നാടൻ നെയ്യാണ് ശരിക്കും. ഇത് നാടൻ രീതിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വെണ്ണ കടഞ്ഞെടുത്ത് അത് ഉരുക്കി നെയ്യ് ഉണ്ടാക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ്. തൈര് പുളിപ്പിച്ച് അല്ലെങ്കിൽ ക്രീമാണെങ്കിലും അത് ഉറയൊഴിച്ച് പുളിപ്പിച്ച്
ഒരു ദിവസം പുളിക്കാൻ വെച്ച ശേഷം കൂളിംഗ് ആക്കി വെണ്ണ കടഞ്ഞെടുത്ത് കഴുകി ഉരുക്കിയെടുക്കുന്ന നെയ്യാണ്. ഇതിന് നമുക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന നെയ്യെ കഴിഞ്ഞും കുറച്ചും കൂടി മണവും ടേസ്റ്റും ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു നെയ്യാണിത്. ഇത് ഞങ്ങൾ ഇറക്കുന്ന വേറൊരു പ്രൊഡക്റ്റാണ് നന്നാറി സിറപ്പ്. നന്നാറി ഒരു ദിവസത്തോളം ഞങ്ങൾ കുക്കിംഗ് ചെയ്ത് അതിൻ്റെ സത്ത് മുഴുവനായി എടുത്ത ശേഷം അതിനെ പഞ്ചസാര ലായനിയിൽ ലയിപ്പിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് നന്നാറി സിറപ്പ്. ഇത് നമുക്ക് ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ മിൽക്ക് സർബത്ത് അടിക്കാനാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ഷോപ്പുകളിലും അതേപോലെ പുറമേയും ഇത് വിൽപ്പന ചെയ്യുന്നുണ്ട്. പിന്നെ പനീർ 200 ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കിയിട്ടാണ് വിൽക്കുന്നത്. പാല് പിരിച്ചെടുക്കുന്ന സാധാരണ പാല് പിരിച്ചുണ്ടാക്കുന്ന അതേ പനീർ. ഇത് ഫുൾ ഫാറ്റ് പാലിൽ നിന്നാണ് പനീർ ഉണ്ടാക്കുന്നത്. ഫാറ്റ് മാറ്റാതെ മുഴുവൻ ഫാറ്റിൽ നിന്നുമാണ് പനീർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ വെണ്ണ നമ്മൾ കടഞ്ഞെടുക്കുന്ന അതേ വെണ്ണ തന്നെ നാടൻ വെണ്ണ എന്ന രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് 200, 100, 1/2 കിലോ പൗച്ചുകളിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സിപ്പപ്പ് 3 ഫ്ലേവറിൽ ഞങ്ങൾ സിപ്പപ്പ് ചെയ്യുന്നുണ്ട്. മാംഗോ, പൈനാപ്പിൾ, കാർഡമം 3 ഫ്ലേവറാണ്. ഈ 3 ഫ്ലേവറിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 40 ഗ്രാം വരുന്ന ഓരോ സിപ്പപ്പുകളാണ്. മിൽക്ക് സിപ്പപ്പ്, മിൽക്കിൽ തന്നെയാണ് സിപ്പപ്പ് തയ്യാറാക്കുന്നത്. ഇത് ഒന്നുമില്ല, മിൽക്കിൽ നമ്മൾ അതിൻ്റെ പഞ്ചസാരയും പിന്നെ ഫ്ലേവറും എല്ലാം കൂടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിപ്പപ്പ്. അത് എടുക്കണമെന്നില്ല. പിന്നെ പേട പാല് വറ്റിച്ച് പഞ്ചസാര കൂടി ചേർത്ത് അതിൻ്റെ വറ്റി വരുന്ന പരുവത്തിൽ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി സീൽ വെച്ച് എടുക്കുന്നതാണ് പേട. ഇത് ഞങ്ങൾ നെയ്യ് എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് പേടയും റെഡിയാക്കി എടുക്കുന്നത്. ഇത് ഗുലാം ജാമുനാണ്. ഇതിപ്പം കുറച്ച് തണുത്തിട്ടാണുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ജാമുൻ 3 എണ്ണം അടങ്ങുന്ന ഓരോ പാക്കറ്റുകളായിട്ടാണ് വിൽക്കുന്നത്. ഒരെണ്ണത്തിന് 10 രൂപയാണ്. ഇത് ഗോവ കൊണ്ടാണ്, അതായത് ഈ പേട ഉണ്ടാക്കുന്ന പാല് വറ്റി ഏതാണ്ട് ടൈറ്റായി വരുന്ന പരുവത്തിൽ ആ ഗോവ മാറ്റി വെച്ചിട്ട് അത് നമ്മൾ ഉരുട്ടി എണ്ണയിൽ വറുത്ത് പാനിയിലിട്ട്, അതായത് പഞ്ചസാര പാനിയിലിട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് ഈ ഗുലാം ജാമുൻ. ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇത് ഫങ്ഷൻ ഓർഡറുകൾക്കാണ് കൂടുതൽ ഓർഡർ തന്നിട്ട്, കല്യാണ ഓർഡറുകൾക്കാണ് 600, 700, 1000 എണ്ണമൊക്കെ ഒരുമിച്ച് റെഡിയാക്കി കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ മെയിനായിട്ട് ലസ്സി, യോഗട്ട്, ഫ്ലേവേർഡ് മിൽക്ക്, ഇത് 3 ഐറ്റം ചെയ്യുന്നുണ്ട്. ഫ്ലേവേർഡ് മിൽക്ക് 3 തരത്തിലാണ്. ഒന്ന് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവേർഡ് മിൽക്കും, പിസ്ത ഫ്ലേവേർഡ് മിൽക്ക്, പിന്നെ അതേപോലെ ബദാം മിൽക്ക്, അങ്ങനെ 3 രീതിയിലാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മെയിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ കൂടിയാണ് ഈ 3 ഐറ്റം കൊടുക്കുന്നത്. പിന്നെ ലസ്സി അപ്പോൾ തന്നെ നമ്മൾ ലസ്സി ഷോപ്പായിട്ട് ലസ്സി തന്നെ അടിച്ച് ഞങ്ങളുടെ ലസ്സി റെഡിയാക്കി വെച്ചിട്ട് വേണ്ടുന്ന ഫ്ലേവറിൽ അടിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം പോലെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്ന 3 ഷോപ്പുകളാണ് ഞങ്ങൾക്ക് അതുമുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ ആ ഷോപ്പിൽ നമ്മുടേതായ എല്ലാ ഉൽപ്പന്നങ്ങളും എപ്പോൾ വേണമെങ്കിലും ബൾക്കായിട്ടോ പിന്നെ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി റെഡിയാക്കി ഏത് സമയവും ഉണ്ടാവും ഞങ്ങളുടെ ഷോപ്പിൽ. പിന്നെ ബൾക്ക് ഓർഡർ 100 ലിറ്റർ, 200 ലിറ്റർ, അങ്ങനെ വലിയ ഫങ്ഷൻ ഓർഡറുകൾക്കൊക്കെ വരുന്ന തൈര് തലേ ദിവസം ഞങ്ങളെ അറിയിക്കുകയും പിറ്റേ ദിവസം അത് നമ്മുടെ ഷോപ്പിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്.